Drop it. അപ്പോൾ ഗൈസ് ഇന്ന് നവംബർ 20-ാം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാറിയിട്ടുണ്ട്. രാംനാഥ് അർജുനുണ്ട്, ഞാനുണ്ട്, പിന്നെ രാഹുലുണ്ട്, പിന്നെ അവിടെ അമ്മര് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാര്യവട്ടത്തുള്ള അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലാണ് മാറിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3-ാം തീയതി പോകാനുള്ള തീരുമാനമാണ്. അപ്പോൾ ഫുൾ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വ്ളോഗ് തുടരുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴക്കൂട്ടം ഭാഗത്ത് ഒരു ശിവക്ഷേത്രത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ തൊഴിൽ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് തൊഴാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭക്തി കുറച്ച് കൂടിപ്പോയി, നമ്മൾ കുറച്ചും കൂടി ആത്മീയ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് രാവിലെ കൂടിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരിപ്പോൾ വരും. അപ്പോൾ നമ്മൾ പതുക്കി അമ്പലത്തിൽ കയറിയിട്ട് നമ്മൾ തൊഴുതിട്ട് ബാക്കി വീഡിയോ തുടരുന്നതായിരിക്കും. ഗൈസ് ഇവിടെ ഒരു ആനയുണ്ട് നമ്മുടെ കഴക്കൂട്ടം ഭാഗത്തുള്ള ഈ ഒരു അമ്പലത്തിൽ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ അമ്പലത്തിനുള്ളിലാണ് തൊഴാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമ്മൾ തൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ നാടകത്തിന് ടൈം ഏകദേശം ആയോളത്തേക്ക്. അപ്പോൾ നമ്മൾ അങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ നമ്മൾ തേങ്ങകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കെട്ടി നിറയ്ക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളത് കടയിൽ നിന്ന് മേടിച്ച് നമ്മളത് ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കടയിൽ നിന്ന് രാവിലെ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ബാക്കിയുള്ള തേങ്ങ ചുരണ്ടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിള്ളേർ. അവിടെ ആൾ നിൽക്കുന്നുണ്ട്, ഇവിടെ ആൾ നിൽക്കുന്നുണ്ട്. ദിസ് ഇസ് മൈ തേങ്ങ. ഗൈസ് വി ആർ പ്ലാനിങ് ഔട്ട് ട്രിപ്പ്. എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്, വലിയ ബെഡ്ഷീറ്റ്. പക്ഷെ അതിൽ 2 പേർക്ക് കിടക്കാൻ പറ്റുമെന്നോ തോന്നുന്നു. അപ്പോൾ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ശബരിമലയ്ക്ക് പോകാനുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്കിത്ത്, പിന്നെ നമ്മുടെ രാഹുൽ, പിന്നെ അവിടെ ഒരാൾ പോകുന്നുണ്ട്. ഞങ്ങൾ 4 പേരാണ് ആക്ച്വലി പോകുന്നത്. ഇവർ നമ്മളെ യാത്ര ചെയ്യാൻ വന്ന ടീമാണ്. അപ്പോൾ നമ്മൾ കഴക്കൂട്ടമുള്ള അമ്പലത്തിലാണ് നമ്മൾ കെട്ടിടം നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വഴിയിൽ കാണാം. നേപ്പാളി നോട്ടാണ് ഇത്. 20 രൂപയാണ്. ഇത് ഇവിടുത്തെ ഇന്ത്യൻ രൂപ 15 രൂപ. ജേണി നമ്മളിപ്പോൾ ഇവിടെ എത്തി. നമ്മൾ ഏകദേശം പട്ടം എത്താറായി. പട്ടം എത്താറായി. നമ്മൾ പിള്ളേരെ അവിടെ ഇരിക്കുന്നുണ്ട്, ആ ഭാഗത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തമ്പാനൂരിൽ നിന്ന് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് 9 മണിക്കാണ് അവിടുത്തെ ടൈം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഗോയിങ് സ്ട്രോങ്. ഗൈസ് നമ്മളങ്ങനെ തിരുവനന്തപുരത്ത് KSRTC സ്റ്റാൻഡിൽ എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് പമ്പയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇരുമുടിക്കെട്ട് വെക്കാനൊരു സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇരുമുടിക്കെട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള നമുക്ക് തുടർന്ന് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കഴിച്ചിട്ട് ബാക്കിയാണ് ടേസ്റ്റ് ഇപ്പോൾ പറഞ്ഞാണ് മിസ്സിംഗ് റൈസ്. അപ്പോൾ നമ്മളങ്ങനെ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ബസ്സൊക്കെ നമുക്ക് 4 പേർക്കുള്ള സീറ്റൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ സീറ്റ് നമ്പർ മുകളിൽ കാണാം. നിങ്ങൾക്ക് നല്ല അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പമ്പയിലേക്ക് ഇനി ഇവിടുന്ന് 4 മണിക്കൂറാണ് പമ്പയിലേക്ക് പറയണത്. അപ്പോൾ നമ്മൾ 4 മണിക്കൂർ ഇങ്ങനെ ചില്ലടിച്ച് ഇരിക്കാം. എന്തൊരു കാര്യമാണ്, എല്ലാവരും സ്വാമിമാരാണ് ബസ്സിൽ ഇരിക്കണവർ. മൊത്തം പമ്പ സ്പെഷ്യൽ വണ്ടിയാണ്. സ്വാമിമാർ മാത്രമേ ഇതിനകത്തുള്ളൂ. അതാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. എങ്ങോട്ടാണ് പോകണം നിങ്ങൾ? ശബരിമല. ഒരു കൊച്ചുകുട്ടി ഫ്രണ്ട് നമ്മളെ കളിച്ചിരിക്കുകയാണ്. ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ. നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണെങ്കിൽ ബസ്സിൽ ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വഴിയിൽ വെച്ച് കാണാം. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരു ചായ ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും
ചായ കുടിക്കണ്ടേ അങ്കിത് ചായ കുടിക്കണ്ടേ ഗൈസ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാണ്ടിരിക്കുകയാണ്. എത്ര ദൂരമുണ്ട്? 40 കിലോമീറ്റർ ബാക്കിയുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്കിത് സോൾസത് ഗൈസ് നമ്മളെ ഏകദേശം മുകളിലേക്കുള്ള ഒരു എൻട്രി വരെ എത്തിയിട്ടുണ്ട്. സോ ഗൈസ് നമ്മളങ്ങനെ ശബരിമല എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ പമ്പയുടെ താഴത്താണുള്ളത്. ആസ് യു ക്യാൻ സി അവിടെ നിറച്ച ആൾക്കാർ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മളിപ്പോൾ അതൊക്കെ പോകാനുള്ള പരിപാടിയിലാണ്. നല്ല ഹെവി മഴയുണ്ടായിരുന്നു ഇവിടെ, ഇപ്പം ഇല്ല. ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാ ഇരുമുടിയൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. നമ്മളിനി പമ്പയിൽ ഇറങ്ങി കുളിക്കാനുള്ള ഒരു പരിപാടിയാണ്. ജസ്റ്റ് മുങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവർ തോർത്ത് മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാഴ്ചയാണ്. ഇതാണ് പമ്പ നദി. അതായത് നമ്മുടെ ചെക്കനെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഹീസ് ഫ്രം നേപ്പാൾ. സോ മലയാളം അറിയില്ല, നമ്മൾ എടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നാളികേരം ഉടയ്ക്കുന്ന സ്ഥലം. അവിടെ ഗണപതിയുടെ പ്രതീക്ഷയുണ്ട്. നമ്മൾ നാളികേരം അവിടെ നിന്ന് മേടിച്ചിട്ട് നമ്മൾ ഇവിടെ ഉടച്ചു. ഇനി നമ്മൾ അടുത്ത ഇതിൻ്റെ ലൈനുണ്ട്, ചെക്കിംഗ് കൗണ്ടർ, അവിടേക്ക് പോവാണ്. നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഫസ്റ്റ് കടമ്പയായിട്ടുള്ള നമ്മുടെ ചെക്കിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എൻട്രി വരുമ്പോൾ ഇതാണ് പന്തളരാജയുടെ ആ ഒരു ക്ഷേത്രം. ഇത് ആക്ച്വലി നമ്മുടെ അയ്യപ്പൻ്റെ ഫാദറാണ്. അപ്പോൾ നമ്മളിനി നമ്മൾ ബാക്കി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിള്ളേരെ കൂടെ നിൽക്കുന്നുണ്ട്. പോകാൻ പോവാം. ഹോളി പൂങ്കാവനം വെൽക്കംസ് യു. നമ്മളിപ്പോൾ നീലിമല കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കയറ്റം തന്നെയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നീലിമലയുടെ ടോപ്പ് എത്തിയിരിക്കുകയാണ്. എത്ര മിനിറ്റ് യാത്രയുണ്ടായിരുന്നു? ഏകദേശം ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം നീലിമലയുടെ ടോപ്പ് എത്തി എന്നാണ് പറയുന്നത്. ആ ഭാഗത്ത് നിറച്ച് തിരക്ക് കാണാൻ. പിന്നെ ഈ ഭാഗത്ത് മൊത്തം ഷോപ്പുകളാട്ടോ പറഞ്ഞ പോലെ. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചെറിയൊരു കിതക്കിലൊക്കെ ഉണ്ട്, പക്ഷേ സീനില്ല. ഓക്കെയാണ്, സെറ്റാണ്, ഫുൾ പവറാണ്. സോ നമ്മൾ ഏകദേശം അപ്പാച്ചിമേട് എത്തിയിരിക്കുകയാണ്. നല്ലൊരു ഹൈ ആറ്റിറ്റ്യൂഡ് ഏരിയ ആണ്. നമ്മൾ അപ്പാച്ചിമേടിൻ്റെ ഏകദേശം ടോപ്പ് എത്തിയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അങ്കിതുണ്ട്, നമ്മുടെ രാംനാഥ് ഉണ്ട്, പിന്നെ നമ്മുടെ അവൻ അവിടെ നിന്ന് ബജ്ജി എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ചായ നമ്മൾ പറഞ്ഞത് ചേട്ടാ ചായ പിടിച്ച ഓക്കെ, ചായ അവനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനിയും പോകാനുണ്ട്. ഹാഫ് വേ എത്തിയില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഒരു 5 മണി 5:30 നമ്മൾ അവിടെ എത്തുന്നതാണ് ഏകദേശം ഒരു എസ്റ്റിമേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ആംബുലൻസ് ഒക്കെ ഇങ്ങനത്തെ രീതിക്കാണ് പോവുക അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമർ ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ശരത്തിൻ്റെ ഒരു വഴിപാടുണ്ട്. അപ്പോൾ നമ്മൾ ശരം മേടിച്ച് അപ്പോൾ നമ്മളവിടെ ശരം കുത്താൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശരം. അപ്പോൾ നമ്മൾ ശരം കുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ശരമൊക്കെ കുത്തിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ അവിടെ തേങ്ങ മേടിക്കാൻ നിൽക്കുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് എങ്ങോട്ടാ പോകണേ? നെക്സ്റ്റ് അടുത്ത എങ്ങോട്ടാ? നമ്മൾ നേരെ സന്നിധാനത്തോട്ട്. ഇനി നമ്മൾ സന്നിധാനത്തിലോട്ടാണ് പോകുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? ഇപ്പോൾ കുറച്ചുകൂടെ ഉള്ളൂ. നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് നമ്മുടെ ജേണി. വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത്. ഇങ്ങനെ നല്ല ഒരു എന്താ പറയുക, ഒരു സ്പിരിച്വൽ യാത്രയാണ് എൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ. ബാക്കിയുള്ള ടെമ്പിളിനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നിങ്ങൾ വൺസ് ഇൻ ലൈഫ് ടൈം പോകേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ പോകാത്തവരെന്തായാലും പോകാൻ ശ്രമിക്കുക. ഇതൊരു നല്ലൊരു പാടായിരിക്കും നിങ്ങൾക്ക്. ഗൈസ് നമ്മൾ ഏകദേശം ഒരുവിധം എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇടയ്ക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രോട്ടീൻ ബാർ മേടിച്ചിട്ടുണ്ട്, അത് കഴിക്കുകയാണ്. ചെറുതായിട്ട് വയ്യ, ക്ഷീണമായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ നമ്മൾ എനർജി ലെവലൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിക്കണതാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം സന്നിധാനത്തിലേക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമ്മൾ സന്നിധാനത്തിലേക്ക് കാണാം. ഹെവി തിരക്കാണുണ്ട്. നമ്മൾ കുറേ നേരം വരിയിൽ പെട്ടുപോയി, പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏകദേശം എത്താറായി ഗൈസ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു വരിയിലാണ് നിൽക്കുന്നത്.
അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന വഴി പോയി കഴിഞ്ഞു. ഈ നെക്സ്റ്റ് ഓൾമോസ്റ്റ് നമ്മളായിരിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഉള്ളിൽ കയറാനുള്ള സംഭവമായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഇതാണ് മാളികപ്പുറം ക്ഷേത്രം. ഇവിടുത്തെ ഒരു ആചാരം എന്ന് വെച്ചാൽ ബ്ലൗസിൻ്റെ തുണി നമ്മളെ അമ്പലത്തിൽ പിന്നെ അതുപോലെ തന്നെ നാളികേരം അമ്പലത്തിന് ചുറ്റും ഉരുട്ടും, കൈകൊണ്ട് ഉരുട്ടും. അത് ഇവിടുത്തെ ഒരു കൾച്ചറാണെന്ന് തോന്നുന്നു. കണ്ടതിന് കാണാം. പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ട്. എന്താ സംഭവം എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി നമ്മുടെ ഇവിടുത്തെ ഞാൻ കഴിഞ്ഞു. ഞാൻ അടുത്ത പരിപാടി എന്താ? ഇത് പൊടിയൊക്കെ അടിച്ചോ? പൊടിയൊന്നും നമ്മൾ കൊണ്ടുവന്നില്ലല്ലോ. പൊടി വാങ്ങിച്ചടിക്കണം. നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ മാളികപ്പുറത്ത് അമ്മേനെയും കണ്ടു, നമ്മൾ എല്ലാവരെയും കണ്ടു. ഇനി നമ്മൾ പതുക്കെ പമ്പേരിക്ക് ഇരിക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ പിള്ളേർ ഇവിടെ എന്തോ നോക്കി നടക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് അറിയില്ല. കൂടെയൊക്കെ വരച്ചിട്ടുണ്ട് രാംനാഥ്. നമ്മളിനി ഈ വഴിയല്ലേ പോണേ? ഈ വഴിയാണോ പോണേ? അപ്പോൾ ഈ വഴിയാണ് പോണത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം. ഈ മാളികപ്പുറത്ത് അമ്മയുടെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ ഫുള്ള് കടകളാണ്. ഇനി നമുക്കൊരു ഷോപ്പിംഗ് വൈബ് ആക്കാം. പക്ഷെ നമ്മളിത് ഫണ്ടൊന്നും ഇല്ലാതെ നമ്മൾ ഷോപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിനി ബാക്കി യാത്ര തുടരാൻ പോകണം. ഗൈസ് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നാടൻ പന്നീരൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രീ വിനായകരിക്ക് വന്നിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ വരി കണ്ടിട്ട് ഞങ്ങളുടെ കിളി പോയി ഗൈസ്. കിളി എന്ന് പറഞ്ഞാൽ കിളി പറന്നു. അതുപോലെ നമ്മൾ അന്നദാനത്തിലല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. സമയം ഏകദേശം ഒരു 1 മണി ആവാറായിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫൈനലി ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ച് എത്തിയിരിക്കുകയാണ്. നമ്മൾ പതുക്കെ ഇവിടെ സൈഡായിട്ടുണ്ട്. കുറേ പേര് ഇവിടെ കിടക്കുന്നുണ്ട്. പമ്പേരിക്ക് പോകുന്ന ഒരു റൂട്ടിനുള്ള രീതിക്കാണ്. സന്നിധാനത്തിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. നേരെ പോയി റൈറ്റ് സൈഡിൽ സന്നിധാനമാണ് ഗൈസ്. നമ്മളിവിടെ കിടക്കണ ഭാഗത്ത് ഒരു കുരങ്ങി വന്നിട്ട് ബ്രോ അവരിവിടെ സ്റ്റോറിയും കിട്ടുന്നുണ്ട്. പുള്ളിക്കാരൻ ഫുഡ് അവരുടെ പുള്ളിക്കാരനുണ്ട്. ഇവിടെ തന്നെ അപ്പോൾ നമ്മൾ പതുക്കെ ഇവിടെ ഇരിക്കാനുള്ള പരിപാടിയാണ്. നമ്മളെല്ലാവരും നടന്നു തുടങ്ങി. പമ്പേരിക്കാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ്. നമ്മൾ അവിടെ നിന്ന് 8 മണിക്ക് ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം തമ്പാനൂർക്കുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ കയറി നമ്മൾ നേരെ കോളേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മളങ്ങനെ പോകണ വഴിക്ക് ഏതോ ടൈപ്പ് കൈൻഡ് ഓഫ് കുരങ്ങനൊക്കെ നമ്മൾ കേട്ടിരിക്കുകയാണ്. ഇത് പേരെവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല, വേറെന്ത് എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിട്ട് നമ്മൾ പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഗൈസ് ഇവിടെ കുറേ പേര് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡോളിയിലൊക്കെ കയറ്റി കൊണ്ടുപോകണം കാണാം. ഇത് ഫിസിക്കലി എന്താ പറയുക, അവിടേക്ക് എത്താൻ എബിലിറ്റി ഇല്ലാത്ത ആൾക്കാരും പിന്നെ പ്രായമായിട്ടുള്ളവരും ഒക്കെ അങ്ങനത്തെ ആൾക്കാരാണ് മെയിൻലി ഇത് പോവുക. ഏകദേശം ഒരു 3500 വരെ വരുന്നുണ്ട്. അതാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു ഡീപ്പ് ഇറക്കാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ തിരിച്ചു വരുന്ന നോക്കി ഏകദേശം നമ്മൾ പമ്പ് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ പമ്പ് എത്തും. അപ്പോൾ യാത്ര ഗോയിങ് സ്റ്റിൽ സ്ട്രോങ്. 6 മണി ഏകദേശം ആവാറായിട്ടുള്ള സമയം. നമുക്ക് 8 മണിക്കാണ് ബസ്. യാത്ര തുടരാം. നമ്മളങ്ങനെ നമ്മൾ പമ്പയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ യാത്രയുടെ സമാപനം നമ്മളിവിടെ വെച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ ഇനി നേരെ പറഞ്ഞ പോലെ ബുക്ക് ചെയ്ത വണ്ടി വരും 8 മണിക്ക്. അപ്പോൾ നമ്മൾ അവിടെ കയറി നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ശബരിമലയ്ക്ക് പോകാത്തവരുണ്ടെങ്കിൽ കാണാം, വീഡിയോ കാണാം, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. കാരണം ഞാൻ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാം. അതുപോലെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെയും സ്റ്റേ ട്യൂൺ. ബൈ. റിവ്ലോഗർ മോഹൻ.